ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട്. ആ കോട്ട് വന്നിട്ട് എങ്ങനെയാണ്? യു കാൺ ചേഞ്ച് പീപ്പിൾ അറൗണ്ട് യു ബട്ട് യു ക്യാൻ ചേഞ്ച് പീപ്പിൾ അറൗണ്ട് യു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്. യു കാൺ ചേഞ്ച് പീപ്പിൾ അറൗണ്ട് യു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വഭാവമോ അവരുടെ ക്യാരക്ടറോ അവരുടെ നേച്ചറോ നിങ്ങൾക്ക് അതൊന്നും തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളതിനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ മേ ബി ഹേറ്റ് യു. മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഏറ്റവും സിമ്പിളാണ്. യു ക്യാൻ ചേഞ്ച് പീപ്പിൾ അറൗണ്ട് യു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മേ ബി നിങ്ങൾക്ക് അവരുടെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവരെ തന്നെ മാറ്റാൻ പറ്റും. കീപ് ഇറ്റ് ഓൺ യുവർ മൈൻഡ്. ചിലപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിരിക്കും, പക്ഷേ ഈ ഒന്നാമത് പറഞ്ഞ ടൈപ്പ് ഓഫ് പീപ്പിൾ നിങ്ങൾ ഒരിക്കലും ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കണ്ടെന്നേ, രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്തോ. യു ക്യാൻ ചേഞ്ച് ദം. ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിൽ ഒരിക്കലും ഹാപ്പിനെസ് കണ്ടെത്താത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദം ഓഫ്. അവരെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ലൈഫിലൊരു യൂസും ഉണ്ടാവും. അവരൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ വരുന്ന ആൾക്കാരാണ്. അവരെ എപ്പോഴും നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാകത്തില്ല.